Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ ഡിവൈസ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ, അല്ലെ? അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര കോയിൽസ് ഉണ്ടാവണം? 2 കോയിൽ ഉണ്ടാവണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോമർ എങ്ങനെയാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമറിന് നമ്മള് ഈ രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൈമറി വൈൻഡിങ്സ് കൊടുക്കാണ്. പ്രൈമറി വൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈമറി കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി ഏത് ഇതിലെ കോയിലിലേക്കാണോ കൊടുക്കുന്നത് ആ കോയിലിനെയാണ് നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയാം. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് N1 ആയിട്ട് എടുക്കാം. N1 ബി ദ നമ്പർ ഓഫ് ടേൺസ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. V1 ബി ദ AC വോൾട്ടേജ് വിച്ച് ഈസ് അപ്ലൈഡ് ടു ദിസ് പ്രൈമറി കോയിൽ. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? പ്രൈമറി കോയിലാണ്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? ഒരു സെക്കൻഡറി കോയിൽ ഉണ്ട്. ആ സെക്കൻഡറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് N2 ആയിട്ട് എടുക്കാം. ഇതിന് നമ്മൾ സെക്കൻഡറി കോയിൽ എന്നാണ് പറയാ. ഏത് കോയിൽ നിന്നാണോ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ആ കോയിലിനെയാണ്, അല്ലെ, എനർജി ഔട്ട്പുട്ട് എടുക്കുന്നത് ആ കോയിലിനെ നമുക്ക് സെക്കൻഡറി കോയിൽ എന്നും പറയാം. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ കോർ ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോമറിന്റെ കോറില് എന്തുണ്ട്? ഒരു പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് ദ കോയിൽ ടു വിച്ച് ദ ഇൻപുട്ട് ഈസ് ഗിവൺ, അല്ലെങ്കിൽ എനർജി ഈസ് ഗിവൺ. എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കോയിൽ എന്ന് പറയുന്നത് എന്തുവരും? പ്രൈമറി കോയിൽ എന്ന് പറയും. കോയിൽ ഫ്രം വിച്ച് ദ എനർജി ഈസ് ടേക്കൺ. എനർജി ഏത് കോയിൽ നിന്നാണോ പുറത്തേക്ക് എടുക്കുന്നത്, അല്ലെ, ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത് ആ കോയിലിന് നമ്മൾ എന്തെന്ന് പറയും? സെക്കൻഡറി കോയിൽ എന്ന് പറയും. അപ്പൊ കോർ ഓഫ് ദി ട്രാൻസ്ഫോമർ എന്താണെന്ന് കണ്ടു. ഇനി ഈ കോറിലെ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും നമ്പർ ഓഫ് ടേൺസിനനുസരിച്ച്, നമ്പർ ഓഫ് ടേൺസിലുള്ള വ്യത്യാസം അനുസരിച്ച് നമ്മൾ 2 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണ് പഠിക്കുന്നത്. ഒരു ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്, അല്ലെ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് ഇൻ ദ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്തുവരും? ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും എന്തെന്ന് പറയാം? ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസ് എന്താണെന്ന് കണ്ടു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, അവിടെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആണ്. അങ്ങനെ ആവുമ്പോൾ നമ്പർ കൂടുതലുള്ളിടത്ത് അവിടുത്തെ വോൾട്ടേജും എങ്ങനെയായിട്ട് വരും? കൂടുതലായിട്ട് വരും. ഓക്കെ, അപ്പൊ V2 ഈസ് ഗ്രേറ്റർ ദാൻ V1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇൻ ദ കേസ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, number of turns in the primary is greater than number of turns in the secondary. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും കൂടുതൽ, സെക്കൻഡറിനേക്കാളും കൂടുതൽ. അപ്പൊ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം? V1 is greater than V2, അല്ലെ? അപ്പൊ വോൾട്ടേജ് എവിടത്തെ ആയിരിക്കും കൂടുതൽ? പ്രൈമറി വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ 2 രീതിയിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 കോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവിടെ ഏത് പ്രിൻസിപ്പിൾ ആണ് വരിക? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്ന AC വോൾട്ടേജ് ആണ്. അങ്ങനെ AC വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അല്ലെ? വോൾട്ടേജിന് ഉണ്ടാവുന്ന വേരിയേഷൻ അനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും? വേരി ചെയ്യും. കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? there will be a change in flux in the primary coil
അപ്പൊ സെക്കൻഡറി കോയിൽ നമ്മൾ എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സെക്കൻഡറി കോയിൽ ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓഫ് പ്രൈമറി. പ്രൈമറിയുടെ ചേഞ്ച്, ഇത് വളരെ അടുത്തടുത്താണ് ഇരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി വലുതാക്കി വരച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? സെക്കൻഡറി കോയിൽ എന്ന് പറയുന്ന കോയിൽ വെച്ചിരിക്കുന്നത് പ്രൈമറി കോയിലിന്റെ ചേഞ്ച് ഇൻ ഫ്ലക്സിലാണ്. സെക്കൻഡറി കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓഫ് പ്രൈമറി. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ചേഞ്ച് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരും? സെക്കൻഡറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരും. അപ്പൊ അവിടെ എന്തുണ്ടാവും? സെക്കൻഡറി കോയിലില് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ട്. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടെങ്കിൽ there will be an induced EMF. അല്ലെ, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ നമുക്ക് പറയാം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ എന്തുവരും? ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഡ്രോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടുത്തെ എന്തെന്ന് പറയാം? വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. പ്രൈമറിയിലേക്ക് എനർജി അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തു, AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ കറണ്ട് കൊണ്ട് അവിടെ എന്തുണ്ടാവും? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഫ്ലക്സിന് ഉണ്ടാവുന്ന ചേഞ്ച് എന്തുവരും? സെക്കൻഡറി കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. കാരണം സെക്കൻഡറി കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓഫ് പ്രൈമറി. അപ്പൊ സെക്കൻഡറി കോയിലിന്റെ ചേഞ്ച് ഇൻ ഫ്ലക്സ് കൊണ്ട് സെക്കൻഡറി കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ഫ്ലക്സ് എന്താണ് അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു അല്ലെ, ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് അറിയാവുന്നതാണ് B ഡോട്ട് A. മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത് BA ആണ്. ഓക്കെ, അപ്പൊ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു മാക്സിമം ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു BA ആണ്. ഒരു കോയിലിന്റെ കേസിൽ ഇവിടെ ലാർജ് നമ്പർ ഓഫ് കോയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? NBA എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു NBA. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിന്റെ പ്രൈമറിയിലെ ഫ്ലക്സ് എന്ത് വരും? N1 ഇൻറ്റു അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിന്റെ കേസിലും സെയിം ആയിരിക്കുമല്ലോ. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പോ N ഇൻറ്റു B ഇൻറ്റു ഏരിയക്ക് മാറ്റം ഉണ്ടോ? ഏരിയക്ക് മാറ്റമില്ല. അപ്പൊ എന്ത് വരും? NBA. ഓക്കെ, നമ്മൾ ഏത് നേരം അറേഞ്ച്മെന്റ് മാറ്റില്ലല്ലോ. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ Φ1 is equal to N1 into B into A. അതുപോലെ തന്നെ Φ2 എടുക്കാം. Φ2 ഫ്ലക്സിന്റെ സെക്കൻഡറി is equal to N2 into B into A അല്ലെ. സെക്കൻഡറി നമ്മൾ എവിടെയാ വെച്ചിരിക്കുന്നത്? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഓഫ് പ്രൈമറി ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് പ്രൈമറി. പ്രൈമറിയുടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആര് വെച്ചിരിക്കുന്നത്? സെക്കൻഡറിയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിനും എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എടുക്കാം Φ1 by Φ2 is equal to എന്ത് വരും? Φ1 divided by Φ2 is equal to N1 divided by N2. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേൺസിന്റെ ആ റേഷ്യോ കിട്ടി. Φ1 by Φ2 is equal to N1 by N2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതി. ഫ്ലക്സിന്റെ ഇക്വേഷനിൽ നിന്ന് അല്ലെ, ഫ്ലക്സിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? Φ1 divided by Φ2 is equal to N1 divided by N2 എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. Φ1 is equal to Φ2 into N1 divided by N2. ഓക്കെ, നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് ഡെറിവേറ്റീവ് എടുക്കാണ് രണ്ട് സൈഡിലും. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് dΦ1 divided by dt is equal to N1 divided by N2 into dφ2 divided by dt അല്ലെ. നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ആദ്യം എടുത്തു, എന്നിട്ട് dφ2 divided by dt എന്ന് എടുത്തു. ഇനി നമുക്ക് അറിയാവുന്നതാണ് എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of flux. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോ ഇൻഡ്യൂസ്ഡ് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, പക്ഷെ നമ്മൾ രണ്ട് സൈഡിലും നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകണം. അപ്പൊ നമുക്ക് എടുക്കാം dφ1 by dt is equal to ഇൻഡ്യൂസ്ഡ് EMF ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് അതിനെ V1 എടുക്കാം. അപ്പൊ Φ1 ആയതുകൊണ്ട് V1 is equal to N1 divided by N2 into dφ2 by dt നമുക്ക് എന്തായിട്ട് എഴുതാം? V2 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? V1 divided by V2 is equal to N1 divided by N2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ N1 by N2 is equal to V1 by V2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് N1 by N2 is equal to എന്തെന്ന് എഴുതാം?
V1 ഡിവൈഡഡ് ബൈ V2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഫ്ലക്സും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വേണ്ടത് എഫിഷ്യൻസി ഓഫ് ദി ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുവരും തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, അപ്പൊ അതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അനുസരിച്ച് എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഔട്ട്പുട്ട് പവർ അല്ലെ, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? എഫിഷ്യൻസി എന്ന് പറയാം. ഇനി ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ പവർ എങ്ങനെയാണ്? പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്, ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഔട്ട്പുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ പവർ ആണ്. സെക്കൻഡറി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? I2 ഇൻറ്റു V2 അല്ലെ, I2 ഇൻറ്റു V2 അല്ലെ വരിക. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുമ്പോൾ സെക്കൻഡറി ആയതുകൊണ്ട് I2 ഇൻറ്റു V2 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോൾ പ്രൈമറിയിലെയാണ്. അപ്പൊ എന്തെന്ന് എഴുതാം? I1 ഇൻറ്റു V1 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഈറ്റ. അപ്പൊ ഈറ്റയുടെ ഇക്വേഷൻ നമുക്ക് എഴുതി. ഇനി നമ്മളൊരു കേസ് ആണ്, സ്പെഷ്യൽ കേസ് ആണ് അപ്ലൈ ചെയ്യുന്ന. ഇഫ് ദ ട്രാൻസ്ഫോമർ ഈസ് ഐഡിയൽ, ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആണ്. ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് ആൻസർ 1 കിട്ടും അല്ലെ. അപ്പൊ ട്രാൻസ്ഫോമർ, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു 1. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? I2 ഇൻറ്റു V2 ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു V1 അല്ലെ. അപ്പൊ അവിടെ നിന്ന് V1 ബൈ V2 എങ്ങനെ എഴുതാം? V1 ബൈ V2 ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു? I2 ഡിവൈഡഡ് ബൈ I1 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി V1 ബൈ V2 ഈസ് ഈക്വൽ ടു I2 ബൈ I1 എന്നാണ് കിട്ടിയത്. അപ്പൊ അവിടെ നമുക്ക് എഴുതാം V1 ബൈ V2 ഈസ് ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ I1. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 5(1 by 2 is equal to 5(1 divided by 5(2 is equal to N1 by N2 ആണ്. That is equal to V1 by V2 ആണ്. പക്ഷെ കറണ്ടിന്റെ റേഷ്യോ വരുമ്പോൾ മാത്രം തിരിഞ്ഞാണ് വരിക. I2 divided by I1 ആയിട്ടാണ് വരിക. ഓക്കെ, അതെങ്ങനെയാ വന്നേന്നുള്ളത് നമ്മൾ കാണിക്കുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ പവർ ലോസ് അല്ലെ, അല്ലെങ്കിൽ എനർജി ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമറിൽ ഫസ്റ്റ് വരുന്നതാണ് ജൂൾ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്? ജൂൾ ലോസ്. ജൂൾ ലോസ് അല്ലെങ്കിൽ അതിന് വേറെ പറയുന്ന പേരാണ് കോപ്പർ ലോസ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യ പാസ് ചെയ്യാണ്, കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കോയിൽ എന്ത് ചെയ്യും? ഹീറ്റഡ് അപ്പ് ആവും. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിംഗ് അല്ലെ, ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് വരും? എനർജി ലോസ് ആണ്. എനർജി ലൂസ് ചെയ്യാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ലൂസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അത്തരത്തിലുണ്ടാവുന്ന ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ജൂൾ ലോസ് അഥവാ കോപ്പർ ലോസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ജൂൾ ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിക് വയേഴ്സ് യൂസ് ചെയ്യാം. തിക് വയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് R is equal to rho into L by A നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏരിയ കൂടുകയാണ്. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റിംഗ് എഫക്ട് എന്ത് ചെയ്യും? അവിടെ കുറയും. ഓക്കെ, അപ്പൊ ജൂൾ ലോസ് അഥവാ കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കോയിൽ എന്ത് ചെയ്യും? ഹീറ്റഡ് അപ്പ് ആവും. അപ്പോ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയി ലൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ജൂൾ ലോസ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹിസ്റ്റെറിസിസ് ലോസ്. ഹിസ്റ്റെറിസിസ് കർവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹിസ്റ്റെറിസിസ് ലോസ്.
ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ഇപ്പൊ നമ്മൾ അയൺ കോർ ആണ് എടുക്കുന്നതെങ്കിൽ അയൺ കോർ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് മാഗ്നറ്റൈസേഷൻ, ഡീമാഗ്നറ്റൈസേഷൻ അങ്ങനെ വിധേയമാക്കുമ്പോൾ സം എമൗണ്ട് ഓഫ് എനർജി ഈസ് ലോസ്റ്റ് അല്ലെ. അപ്പൊ അങ്ങനെ മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ അല്ലെ? എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഗ്രോ ചെയ്യാണ്, പിന്നെ ഡീകേ ചെയ്യാണ്, പിന്നെയും ഗ്രോ ചെയ്യാണ്, ഡീകേ ചെയ്യാം. അപ്പൊ അവിടെ മാഗ്നറ്റൈസേഷൻ നടക്കും, പിന്നെ ഡീമാഗ്നറ്റൈസേഷൻ നടക്കും. അങ്ങനെ കണ്ടിന്യൂസ് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും കൊണ്ട് ഉണ്ടാവുന്ന എനർജി ലോസിനെയാണ് നമ്മൾ എന്ന് പറയാ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയാം. അപ്പൊ അയൺ കോർ മാറ്റിയിട്ട് സോഫ്റ്റ് അയൺ വെക്കുക. അപ്പൊ കുറച്ചും കൂടെ എന്ത് ചെയ്യാം? അതിന്റെ എനർജി ലോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഹിസ്റ്റെറിസിസ് ലോസ്. മൂന്നാമത് വരുന്നതാണ് എഡി കറന്റ് ലോസ്. എഡി കറന്റ് ലോസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഒരു കോയില് അല്ലെ, ഒരു കോയില് അല്ലെങ്കിൽ നമ്മൾ എഡി കറന്റ് പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റാലിക് ഷീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് വരും? എഡി കറന്റ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ എഡി കറന്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സം എമൗണ്ട് ഓഫ് എനർജീസ് ലോസ്റ്റ് ആസ്, നമ്മൾ പറഞ്ഞല്ലോ എഡി കറന്റ് ലോസ് ഉണ്ടാവാം, സം എമൗണ്ട് ഓഫ് എനർജീസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഡി കറന്റ് ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രമിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? കോറിനെ എന്ത് ചെയ്യും? ലാമിനേറ്റ് ചെയ്യും. ലാമിനേഷൻ റെസിസ്റ്റൻസ് കൂട്ടും, അപ്പൊ കറണ്ട് ഉണ്ടാവുന്നത് കുറയും. ഓക്കെ, അപ്പോ എഡി കറന്റ് ലോസ് ആണ് അടുത്ത് വരുന്നത്. ട്രാൻസ്ഫോമറിൽ വരുന്ന ലോസ് ആണ് ഇപ്പൊ എന്തുവരും? എഡി കറന്റ് ലോസ്. എഡി കറന്റ് ലോസ്. ഓക്കെ, അപ്പൊ മൂന്നാമത് വരുന്ന ലോസ് ഏതായിരുന്നു? എഡി കറന്റ് ലോസ് എന്ന് പറയും. രണ്ടാമത്തത് ഹിസ്റ്റെറിസിസ് ലോസ് ആണ്. ആദ്യം വരുന്നത് ജൂൾ ലോസ് ആണ്. ഓക്കെ, ഇനി നാലാമത് വരുന്ന ലോസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രൈമറി കോയിലിലെ എന്തുവരും? ഫുൾ ഫ്ലക്സ് ചിലപ്പോൾ ആർക്ക് കിട്ടില്ല? സെക്കൻഡറി കോയിലിലേക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തുവരും? ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്രൈമറി ഈസ് നോട്ട് ഈക്വൽ ടു ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സം എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഈസ് ലീക്ക് അല്ലെ. അപ്പൊ അവിടെ ഫ്ലക്സിന് ലീക്കേജ് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയാം നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് കൊണ്ടുണ്ടാവുന്ന ലോസ്. ഓക്കെ, അപ്പൊ നാലാമത്തെ ലോസ് ഏതാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലോസ്. ഫ്ലക്സിന് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഫ്ലക്സ് ലോസ് ആണ് അല്ലെ. ഫ്ലക്സ് ലീക്കേജ് എന്നൊക്കെ നമുക്ക് പറയാം. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്രൈമറി ഈസ് നോട്ട് ഈക്വൽ ടു ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി. ഓക്കെ, അപ്പൊ 4 രീതിയിലുള്ള ട്രാൻസ്ഫോമറിലെ ലോസ് ആണ് ഉള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 ലോസും വളരെ കാര്യമായിട്ട് പഠിച്ചോളുക. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ നന്നായി ചോദിക്കാറുണ്ട്. Okay, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.